സുഹൃത്തുക്കളെ, വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിനു ശേഷം 75 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അംബേദ്കർ സ്മരണയിൽ നമ്മൾ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ തന്നെ പലതും മാർജിനലൈസ് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് പോകാറുണ്ട്. അത്തരത്തിൽ ഈ കഴിഞ്ഞ 75 വർഷം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു വിഷയമാണ്, ഒരു ആശയമാണ് ഭരണഘടനാ നൈതികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഇതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഒച്ചത്തിൽ സംസാരിച്ച് തുടങ്ങേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 75 വർഷം നമ്മുടെ ചർച്ചകളിൽ ഭരണഘടനാ നൈതികത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നതേ ഇല്ല. ഞാൻ ഇടപെട്ടിട്ടുള്ള പല ജഡ്ജസും അവർക്കിതൊരു വിഷയമേ അല്ല. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഇതൊരു വിഷയമേ അല്ല. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ കോർ മൂല്യങ്ങളായി നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 4 പരികൽപ്പനകൾ മുൻപോട്ട് വെച്ചത് അത് നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നേയില്ല. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ വർഷം ഒരു ജഡ്ജിയുമായി, ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജാണ്, സംസാരിക്കുമ്പോൾ ഭരണഘടനാ നൈതികതയെക്കുറിച്ചല്ലേ, അത് ഓക്കെ, നമുക്കത് ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് കോംപ്രമൈസബിൾ എന്നതാണ് നിലപാട്. നമ്മുടെ സുപ്രീം കോടതിയുടെ കഴിഞ്ഞ 75 വർഷത്തെ വിധികൾ നോക്കിയാലും നമുക്ക് എങ്ങും തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നടപടിയും കാണാൻ കഴിയില്ല. ഇത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തന മേഖലയും അജണ്ടയും. സ്വാഭാവികമായും നമ്മുടെ ജനപ്രതിനിധികളും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച് സംസാരിക്കില്ല, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കില്ല. ഫലമോ, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ തൊട്ട് പറയാൻ അല്പം ഡേറ്റ ഷെയർ ചെയ്യാം, അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഭരണഘടനാ നൈതികത, ആ വാക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അതിലേക്ക് പിന്നീട് വരാം. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അത് ഉറക്കെ സംസാരിക്കേണ്ടുന്ന സമയം ആയിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ പ്രത്യേക കാരണം, പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികളും അവരിലൂടെ വരുന്ന ജനപ്രതിനിധികളും നമ്മുടെ ജുഡീഷ്യറിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഭരണം കൈകാര്യം ചെയ്യുന്നത് ദൈനംദിനമായി അവരാണല്ലോ. കൂടാതെ ഏറ്റവും പ്രാധാന്യമായി നമ്മുടെ മീഡിയയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ സൈഡ് ലൈൻ ചെയ്ത്, മാർജിനലൈസ് ചെയ്ത് തഴഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ 75 വർഷം. നമ്മൾ ഇന്ന് എന്തവസ്ഥയിൽ എത്തി നിൽക്കുന്നോ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനതിലേക്ക് കടക്കുകയാണ്. ഈ നൈതികത എന്ന വാക്ക് തന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സബ്ജക്റ്റ് കൊടുത്തപ്പോൾ, നാഗേഷ് കൊടുത്തപ്പോൾ ചിലരോട് സൂചിപ്പിച്ചത് എന്താണ് ഈ വാക്ക്, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം ശബ്ദധാരാവലിയിൽ പോലും ഇതിൻ്റെ അർത്ഥമില്ല. നൈതികത, നീതി എന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്നൊരു വാക്ക് എന്ന നിലയിലായി നൈതികതയെ പെട്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനും വളരെ വളരെ അപ്പുറത്താണ് നൈതികത, ഭരണഘടനാ നൈതികത പ്രത്യേകിച്ച്. അതിന് മറ്റൊരു കാരണം, ഭാഷയ്ക്കും വാക്കുകൾക്കും അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു ഭാഷയില്ലാതെ, വാക്കുകളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗത്തിലൂടെ ഓരോ വാക്കിനും ചില അർത്ഥവ്യാപ്തി വന്നു ചേരുന്നുണ്ട്. അങ്ങനെ ധാർമ്മികത, നൈതികതയ്ക്ക് പകരം ഞാൻ ധാർമ്മികത എന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ വേഗം മനസ്സിലാകുമായിരുന്നു, നമ്മൾ വളരെ കംഫർട്ടബിൾ ആകുമായിരുന്നു. പക്ഷെ ബോധപൂർവം ആ വാക്ക് ഉപയോഗിക്കാതിരുന്നതാണ്. അതിൻ്റെ കാരണം, ധാർമ്മികത എന്ന വാക്കുമായി കൂടിച്ചേർന്ന് അതിൽ നിന്നും ഇൻസെപ്പറബിളായി ഒരു മതകൽപ്പന അതിലുണ്ട്, മതപരമായ ഒരു കനോട്ടേഷൻ ആ വാക്കിനകത്തുണ്ട്. നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് അതിനെ മാറ്റാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ധാർമ്മികതയെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മതവുമായി ഇൻസെപ്പറബിളാണ്.
ഇതിനും കാരണമുണ്ട്, ചരിത്രപരമായ കാരണമുണ്ട്. കാരണം മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമ ചരിത്രത്തിൽ ധാർമ്മികത രൂപീകരിച്ചതും ദീർഘനാൾ നിലനിർത്തിയിരുന്നതും മതങ്ങളായിരുന്നു. മിക്കവാറും എല്ലാ മതഗ്രന്ഥങ്ങളിലും നമ്മൾ ഈ വാക്കുകൾ ആവർത്തിച്ച് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതുകൊണ്ട് ധാർമ്മികത എന്ന വാക്ക് വരുമ്പോൾ അത് ധർമ്മവും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിയിൽ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ മതമാണ്. നമ്മുടെ ദ്രാവിഡ ഭാഷയിലേക്ക് വരുന്നുടനെ അങ്ങനെ ഡയറക്റ്റ് ഒരു ബന്ധമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുള്ള ഒരു അർത്ഥവ്യാപ്തി തീർച്ചയായിട്ടും മതവുമായി ചേർന്നാണ്. അതുകൊണ്ട് മതത്തിൽ നിന്നും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉള്ള ഒരു മൂല്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മൂല്യത്തിൻ്റെ ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത ഉപയോഗിക്കാൻ കഴിയില്ല, ഒരു പുതിയ വാക്കിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നൈതികത ഉപയോഗിച്ചത്. ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ 75 വർഷം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയ, മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണിത്, ഭരണഘടന, നൈതികത. അതിലേക്ക് നേരിട്ട് പോകുന്നു. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഒരു യുക്തിപരമായ ഒരു വിശകലനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളെ കൃത്യമായി അളന്ന് തൂക്കി മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ പുറകോട്ടുള്ള ഒരു നോട്ടമാണ്. എങ്കിലും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്തെന്നുള്ളൊരു അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്. ഇതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും സാധ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണെന്ന് ഇതിനെ ആശ്രയിച്ചിരിക്കും. പ്രധാനമായും ആധുനികത നമുക്ക് മനുഷ്യ രാശിക്ക് തന്നിട്ടുള്ള ഒരു റാഷണൽ, ഹ്യൂമനിസ്റ്റ് ആൻഡ് സെക്കുലർ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു റാഷണൽ, ഹ്യൂമനിസ്റ്റ് ആൻഡ് സെക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ അന്വേഷണം നടത്താൻ. അത് യുക്തിപരമായിരിക്കുകയും വേണം. അത് റാഷണൽ എന്ന അതിൽ ആ ഒരു വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തുമ്പോൾ, ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, 100% ചരിത്രത്തിൽ നടന്നിട്ടുള്ള, ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബലങ്ങളെയും അതേ രീതിയിൽ ഒപ്പിയെടുത്ത് ഒന്നും തന്നെ വിടാതെ ഉള്ള ഒരു വിശകലനം നടത്തുക പലപ്പോഴും ദുഷ്കരവും അസാധ്യവുമാണ്. എങ്കിലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കാനുള്ളതാണ് ഇവിടെ നടത്തുന്ന ശ്രമം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വളരെ വേഗം മനസ്സിലാവും എന്നതിനാൽ ചരിത്രത്തെ നമ്മൾ ഒരു രേഖീയമായ രീതിയിലാണ് കാണുന്നത്. രേഖീയമാണ്. ഹിസ്റ്ററി ഈസ് ലീനിയർ, ബട്ട് ഹിസ്റ്ററി ഈസ് നെവർ ലീനിയർ. ചരിത്രം ലീനിയർ ആകാൻ കഴിയുകയില്ല. ലോകത്ത് പല ഭൂപ്രദേശങ്ങളിലെ പല ജീവിത രീതിയും ഭാഷയും സംസ്കാരവും വ്യത്യസ്തങ്ങളായ ആൾക്കാർ ജീവിച്ച് അവരാർജിച്ചെടുത്ത അനുഭവ സമ്പത്തുകൾ എന്ന് പറയുന്ന ഒന്നാകാൻ കഴിയുകയില്ല. അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് അടുക്കി വെച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് പലപ്പോഴും ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ബലങ്ങളുടെ ദിശ, അതിൻ്റെ ഡയറക്ഷൻ, എന്നിട്ട് അതിൻ്റെ ശക്തി, അതിൻ്റെ ഫോഴ്സ്, ഹൗ ഫോഴ്സ്ഫുൾ ഈസ് ദാറ്റ് ഫോഴ്സ്, അതിൻ്റെ ദിശയും ശക്തിയും അനുസരിച്ച് ചരിത്രം പലപ്പോഴും വർത്തുളമോ, അത് സർക്കുലർ ആവാം. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാതയ്ക്ക് സമാന്തരമായ മറ്റൊരു പാതയാവാം. ഇനി മറ്റ് പലപ്പോഴും സമാന്തരം ഒന്നും ആകാതെ, സർക്കുലറും ആവാതെ, ലീനിയറും ആവാതെ എന്തെങ്കിലുമൊക്കെ ആകാവുന്ന രീതിയിലാണ് ചരിത്രം നീങ്ങുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിലെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ, നമ്മൾ ഇന്ന രീതിയിൽ ചരിത്രം നടക്കും എന്നുള്ള കൃത്യമായ രീതിയിൽ പ്രവചിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ചരിത്രം നടക്കണം എന്ന യാതൊരു നിർബന്ധവും ഇല്ലെന്നുള്ളതാണ് നമ്മൾക്ക് ശരിയായ രീതിയിൽ ഒരു റാഷണൽ അപ്രോച്ചിലൂടെ ചരിത്രത്തിനെ
നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കാണുന്നത്. അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് പ്രവർത്തിക്കുന്നത്. ചരിത്രത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ബലങ്ങളുടെ രീതി ഇതാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ലീനിയറായി കാണാനുള്ള നമ്മുടെ ശ്രമം ഒരല്പം മാറി ചിന്തിക്കേണ്ട ഒരാവശ്യമുണ്ട്. അത് സർക്കുലർ ആകാം. അതിനെ നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ ഞാൻ ഒരടി കാര്യം ഞാൻ ഒരു പുരോഗമന വാദി എന്ന നിലയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഒരടി മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഞാൻ ആ ഒരടി എനിക്ക് തിരിച്ചടിയും വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പുറകോട്ടടിക്കപ്പെട്ടു ആ ഒരടി. അപ്പോൾ നെറ്റായി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ഇല്ല. ഒരടി മുമ്പോട്ട് പോയപ്പോൾ ഒരടി പുറകോട്ട് പോയി. ഇനി മറ്റു ചില സന്ദർഭങ്ങളിൽ ഞാൻ 2 അടി മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചടി വരുന്നത് ഒരടി മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെറ്റായി ഒരു പ്രോഗ്രസ് ഉണ്ട്. 1 feet ahead I have traveled. ഇനി മറ്റു ചില സമയങ്ങളിൽ ഞാൻ ഒരടി മുമ്പോട്ട് പോകുമ്പോൾ 2 അടി എന്നെ പിന്നോട്ടടിക്കാറുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ചരിത്രത്തിൽ പ്രോഗ്രസ് അല്ല, ഒരു റിഗ്രസ് ആണ് നടക്കുന്നത്, പുറകോട്ടടിക്കലാണ് നടക്കുന്നത്. ഇതെല്ലാം ചരിത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സുകളാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ഞാൻ ഇനി മുമ്പോട്ട് പോകുന്ന വിഷയത്തിൽ ഈ ഒരു അർത്ഥം കൂടെ വെച്ചിരിക്കണം. തീർച്ചയായിട്ടും ചരിത്രം ലീനിയർ അല്ല എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. മൂന്നാമതൊരു കാര്യം, മനുഷ്യൻ ഇടപെട്ട് ഉണ്ടാക്കുന്ന ഏതൊരു മാറ്റവും തിരിച്ചടിയില്ലാതെ പോകുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു മാറ്റവും നമ്മൾ കൊണ്ടുവന്നു, മനുഷ്യ ചരിത്രത്തിൽ നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതിനെല്ലാം തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ തിരിച്ചടികൾ വരുന്നത് തീർച്ചയായും ആ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട ശക്തികൾ അവർ പല രൂപത്തിലും ശക്തി ആർജിച്ച് തിരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നപ്പോൾ തൊട്ടുപുറകിന് പിറ്റേ വർഷം തന്നെ വളരെ വയലൻ്റായ നിലയിൽ അതിനുള്ള തിരിച്ചടി ആ മൂവ്മെൻറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ പ്രക്രിയ, ഈ പുഷ് ആൻഡ് പുൾ, ഒരടി മുമ്പോട്ട് ഒരടി പുറകോട്ട്, 2 അടി മുമ്പോട്ട് അല്ലെങ്കിൽ ഒരടി പുറകോട്ട് തുടങ്ങിയ ഈ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡൈനാമിക്സ് ഇത് 1798 വരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു വളരെ കോംപ്ലക്സായ ഫോഴ്സുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ വയലൻറ്റും റിഗ്രസീവുമായിട്ടുള്ള ഫാസിസം നെപ്പോളിയൻ്റെ രൂപത്തിൽ കടന്നു വരികയും ഫ്രാൻസിൽ സാമ്രാജ്യത്വം സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള ഏതൊരു പോക്കിനും തിരിച്ചടികൾ ഉണ്ടായിരുന്നു. ഇത് ഇറ്റലിയിലെ റിഫോർമേഷൻ മൂവ്മെൻറ്റ്സിനും ഉണ്ടായിരുന്നു. ഇനിയും ഒറ്റ വാക്കിൽ നമുക്ക് വേഗം മനസ്സിലാവാൻ, ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു വർഗീയ തിരിച്ചടി ശരിക്കും ഇന്ത്യയിലുണ്ടായ നവോത്ഥാന പ്രക്രിയകളുടെ ഒരു തിരിച്ചടിയായിട്ടാണ് വന്നത്. RSS 1925 രൂപപ്പെടുത്തിയത് തന്നെ ശരിക്കും നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിൽ വന്ന് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കും എന്നും മനസ്സിലാക്കി ഏതാണ്ട് 100 വർഷക്കാലം ഒറ്റയ്ക്കും തെറ്റയ്ക്കും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വിജയിക്കാതെ വന്നപ്പോഴാണ് നമുക്കൊരു വളരെ സ്ട്രോങ് ആയ സംഘടനയുടെ ആവശ്യമുണ്ടെന്നും അങ്ങനെ 1925 RSS സ്ഥാപിക്കപ്പെടുകയും ചെയ്തത്. 1800 ഏതാണ്ട് ഇന്ത്യയിൽ നവോത്ഥാന മൂല്യങ്ങൾ ഇന്ത്യയിൽ പല പ്രോവിൻസുകളിൽ വന്നു കഴിഞ്ഞു. ഏതാണ്ട് 125 വർഷം പല രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഹിന്ദു വർഗീയത നടത്തിയിട്ടും അവർക്ക് നവോത്ഥാന മൂല്യങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലും നവോത്ഥാന മൂല്യങ്ങൾ വളരെ വേഗത്തിൽ വേരുപിടിക്കുന്നതായിട്ട് കണ്ടു. ഇത് തങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിന് പ്രശ്നമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ് അവരെ പരമാവധി ശ്രമിച്ചു. വ്യക്തികൾ ആയിട്ടുള്ള അവരുടെ, പ്രത്യേകിച്ച് അവർക്ക് വളരെ സോഷ്യൽ ക്യാപിറ്റൽ വളരെ കൂടുതലുള്ളൊരു വിഭാഗമാണ് ഇന്ത്യൻ ബ്രാഹ്മിൺസ്. സോ ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ അറിവും സ്കില്ലും വിഭവങ്ങളും എല്ലാമുള്ള ഒരു ഗ്രൂപ്പ്. അവരുടെ ഏതാണ്ട് 100-125 വർഷത്തുള്ള
പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നവോത്ഥാനത്തിനെ തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അടുത്താണ് RSSൻ്റെ ജനനം. നമുക്കൊരു സംഘടനാ രൂപം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു പ്രധാന കാര്യമാണ്. അതായത് ഈ തിരിച്ചടികൾ എപ്പോഴും പ്രതീക്ഷിക്കണം. നമ്മളിപ്പം ഏറ്റവും എന്താണ് ഒരു നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു ചരിത്രാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതുപോലെയുള്ള ഒരു കൗണ്ടർ റെവല്യൂഷനാണ്. ഇറ്റ് വാസ് എ കൗണ്ടർ റെവല്യൂഷൻ എഗൻസ്റ്റ് ദ റിനേസൻസ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നടത്തുന്നത് തീർച്ചയായിട്ടും ഈ റെവല്യൂഷൻ്റെ ഇരകളായിരിക്കുന്നെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വലിയ അളവ് വരെ ആയിരിക്കാം, യുക്തിപരമായി നോക്കുമ്പോൾ അവർ ഇരകളാണ്. കാരണം ആളിതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അധികാരവും വിഭവങ്ങളും എല്ലാം കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. ആ നിലയിൽ അവരുടെ സംഘടിത രൂപമാണ് ഇത്തരത്തിലുള്ള ഒരു കൗണ്ടർ റെവല്യൂഷൻ ഇന്ത്യയിൽ തുടങ്ങിയതും ഇന്ന് ഇത്രമാത്രം വിജയകരമായി അവർ മുന്നേറുന്നത്. ഇനിയും ഞാൻ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് വിഷയം. അതിലേക്ക് അതിൻ്റെ പല മാനങ്ങളിലേക്കൊന്ന് പോകേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയുമായി വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നവംബർ 26 ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച ദിവസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ് പറയുന്നത്, അതോറിറ്റി എന്ന നിലയിൽ ഇന്ത്യൻ സുപ്രീം കോടതി, പ്രത്യേകിച്ച് പുതിയ ചീഫ് ജസ്റ്റിസ് ഓർഗനൈസ് ചെയ്ത ഫംഗ്ഷനിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനെയും മറ്റെല്ലാവരെയും പോലെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് വളരെ സൗമ്യമായി, വളരെ ഡിപ്ലോമാറ്റിക്കലി പുള്ളി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പുള്ളി ഒരു പ്രസ് റിലീസായി ഇറക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞിരുന്ന പ്രധാന കാര്യം ഞാനൊന്ന് ചൂടെ ചേർക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ വർത്തമാനകാല അവസ്ഥയെ സമ്മപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു ആ പിക്ചർ. ഇന്ത്യൻ ഭരണഘടനയെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഉപാധിയാക്കി ഒരു കൂട്ടം വഞ്ചകരായ ഭരണാധികാരികൾ തരം താഴ്ത്തി. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. ഞാനത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമ്മളെല്ലാം നിത്യജീവിതത്തിൽ ഇത് അനുഭവിക്കുന്നതാണ്. നമുക്ക് യോജിക്കാവുന്ന ഒരു പ്രസ്താവമാണത്. സാർവത്രികമായി പട്ടിണി എല്ലാ അവകാശങ്ങളെയും നിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ ഉണ്ട് എന്ന് തെറ്റിദ്ധാരണ കൊടുക്കുന്നു. ശരിയല്ലേ? നമുക്കെല്ലാം ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശം തരുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ തരുന്നുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. ശരിക്കും പട്ടിണി പ്രത്യേകിച്ച് 80% വരുന്ന ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി അവർക്ക് എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും എല്ലാവർക്കും സമത്വം ഒരു മൗലിക അവകാശമായി പറയുന്നു. കൂടാതെ ആർട്ടിക്കിൾ 38(2) അസമത്വം ഇല്ലാതാക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഊന്നിപ്പറയുന്നു. ഇതും കൂടാതെ ആർട്ടിക്കിൾ 39(c) സമ്പത്തിൻ്റെ കുത്തക ഒഴിവാക്കാൻ സർക്കാരിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. എന്നാൽ ഫലത്തിലോ ജനസംഖ്യയിലെ ഏറ്റവും മുകളിൽ 10% ആൾക്കാർ ഏറ്റവും താഴെത്തട്ടിലുള്ള 50% ആൾക്കാരുടെ തുല്യമായ സമ്പത്ത് അനുഭവിക്കുന്നു. ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കണക്കാണ് ജസ്റ്റിസ് കട്ജുവിൻ്റെ കണക്കിൽ നിന്ന് അല്പം മാറുന്നു. മുൻ ഹിന്ദു റൂറൽ സബ് എഡിറ്റർ സായിനാഥ് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കണക്കാണ്. 1991 നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ തുടങ്ങിയ കാലം, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയം, ഇന്ത്യയിൽ ബില്യനേഴ്സിൻ്റെ എണ്ണം 0 ആണ്, 0 എന്നാൽ 2024 ഡിസംബർ അത് 217 കുതിച്ചുയർന്നു. സായിനാഥ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്
ദ ഒബ്സീനിറ്റി ഓഫ് വെൽത്ത് എന്നാണ്. ഇന്ത്യ ഒരു പട്ടിണി രാജ്യമാണ്, പാവപ്പെട്ട രാജ്യമാണെന്ന് പറയുന്നതിന് നേരെ വിപരീതമായി ഇന്ത്യയിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതാണ്. 217 ബില്യനേഴ്സിനെ സംഭാവന ചെയ്തുകൊണ്ട് 2014 ഡിസംബറിൽ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നു. ലോകരാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സുള്ള രാജ്യമായി മുൻപിൽ നിൽക്കുന്നു. രണ്ടാമതാണെന്ന് തോന്നുന്നു, ഒന്നാമത് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മുഴുവൻ അവരുടെ ബില്യനേഴ്സിൻ്റെ എണ്ണം ഇന്ത്യയുടെ 1/3 മാത്രമാണ്. മറ്റ് യുക്തേന്ത്യയുടെ കാര്യത്തിലും മറ്റും സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ കാര്യം നാഗേഷ് ഇവിടെ സൂചിപ്പിച്ചു. അവിടെ ബില്യനേഴ്സിൻ്റെ എണ്ണം 1/3 ചുരുക്കി നിയന്ത്രിച്ച് നിർത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം വെൽത്ത് ടാക്സിലൂടെയാണ്. നമുക്കും ഇവിടെ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വരെ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു. 2014 മോദി അധികാരത്തിൽ വന്നു. 2016 വെൽത്ത് ടാക്സ് എടുത്ത് കളഞ്ഞു. ഫലം, ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സുള്ള രാജ്യമായി നിൽക്കുന്നു. ഇതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യവും സായിനാഥ് സൂചിപ്പിക്കുന്നു. നമ്മൾ $600 മില്യൺ ഒരു വിവാഹം കണ്ടു. എല്ലാവർക്കും ഓർമ്മ. ഇത് നടന്നത് 2006 മഹാരാഷ്ട്രയിൽ 6 ജില്ലയിൽ മാത്രം 3 ലക്ഷം കുടുംബങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങി കുടുംബനാഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചപ്പോഴാണ്. 3 ലക്ഷം കുടുംബങ്ങളിൽ 6 ജില്ലയിൽ മാത്രം. ഇത് 2006 കണക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൈനാഥിൻ്റെ റിസർച്ച് നടക്കുന്ന സമയം ഈ പീരീഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് സൂയിസൈഡ് നടന്ന സമയവും അതിനെക്കുറിച്ച് ആഴത്തിൽ റിസർച്ച് ചെയ്തതുമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റായിരുന്നു സൈനാഥ്. ആ ഡേറ്റയാണ് ഒരുപക്ഷെ ഇപ്പോഴുള്ള ഡേറ്റ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു വ്യത്യാസം. പക്ഷേ ഈ സമയത്തിൽ ഈ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് രണ്ടും നടന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഇനിയും ഈ വിവാഹം യഥാർത്ഥത്തിൽ എന്താണ് തുടങ്ങിയ മറ്റു കാര്യങ്ങൾ നിങ്ങൾ മീഡിയയിലും മറ്റും വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് വിവാഹമായിരുന്നില്ല, മറിച്ച് ഇറ്റ് വാസ് എ വെൽ കാൽക്കുലേറ്റഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുവഴി അംബാനി നേടിയെടുത്ത ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഞാൻ വീണ്ടും ജസ്റ്റിസ് കഡ്ജുവിലേക്ക് തിരിച്ചു വരുന്നു. ആർട്ടിക്കിൾ 21 സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമായി പറയുമ്പോൾ സാധുക്കളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ, രാജ്യദ്രോഹ കുറ്റവും മറ്റ് കരിനിയമങ്ങളും ഉപയോഗിച്ച് ജയിലിലടയ്ക്കുന്നു. പലപ്പോഴും അവരെ രാജ്യദ്രോഹികളും ഭീകരവാദികളായി മുദ്രകുത്തുന്നു. ഉപജീവന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഗോവധം ആരോപിച്ച് അവരെ തല്ലിക്കൊല്ലുന്നു. ഇത് സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെയാണ്. വേറിട്ടൊരു കണക്ക് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിമെൻ്റാണ് ലളിതകുമാരി കേസ് 2013. ഇതിൽ പറയുന്നത് രാജ്യത്ത് ഒരു വർഷം 60 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നാണ്. 60 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ആലോചിച്ച് നോക്കാം. ഒരു കുടുംബത്തിൽ 5 പേരെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെയും 60 ലക്ഷം അത് ഇൻറ്റു 5 ഏതാണ്ട് 3 കോടി ജനങ്ങളുടെ അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ലിബർട്ടി, അവരുടെ ഇക്വാളിറ്റി, അവരുടെ ഫ്രറ്റേണിറ്റി, എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഏതാണ്ട് 3 കോടി ജനങ്ങളെ ഒരു വർഷം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റാണ്, ലളിതകുമാരി കേസ് 2013. ഇനിയും ഇതുമായിട്ട് ചേർന്നുള്ള എൻ്റെ മറ്റൊരു പഠനം കാണിക്കുന്നത് ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ 60 ലക്ഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, മറ്റ് 60 ലക്ഷം രജിസ്റ്റർ ചെയ്യാതെ വിട്ടുകളയുന്നുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന കാര്യമാണ്. ഇത് റൂൾ ഓഫ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അവിടെ ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 60 ലക്ഷത്തിൽ അതിൻ്റെ 60% കള്ളക്കേസുകളാണ്. പാവങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഇട്ടപ്പോൾ 6 × 6 ഏതാണ്ട് 36 ലക്ഷം കേസുകൾ ഇന്ത്യയിൽ ഒരു വർഷം കള്ളക്കേസുകളാണ്. ഇത് വളരെ വളരെ ഒരു കൃത്യമായൊരു കണക്കല്ല. ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത്.
നമ്മുടെ NCRB ഇതിൻ്റെ ഡേറ്റ എടുക്കാൻ അവരുടെ ഇപ്പോഴത്തെ മെത്തഡോളജിയിൽ ഇതിന് യാതൊരു മാർഗ്ഗവുമില്ല, കോടതികളിൽ യാതൊരു മാർഗ്ഗവുമില്ല. ഈ പിക്ചർ നമുക്ക് കിട്ടുകയില്ല. ഫോർ എക്സാമ്പിൾ, കോടതിയിൽ ഒരിക്കൽ കേസ് പോയി കഴിഞ്ഞാൽ ഇത് കള്ളക്കേസാണോ അല്ല ശരിയായ കേസാണോ എന്ന് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന കേസ്, ഇത് സുപ്രീം കോടതി അവരുടെ റിസർച്ച് സെൻ്റർ ഉണ്ട്, അതിലൂടെ കിട്ടിയ ഡേറ്റയാണിത്. ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ മൂല്യം എത്രമാത്രം പ്രയോഗത്തിൽ നടപ്പാക്കുന്നു എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കണക്ക്, രാജ്യത്തെ ജയിലുകളിൽ നിറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 90% ജാമ്യമെടുക്കാൻ ഭൂമിയില്ലാത്ത ആദിവാസി, ദളിത്, OBC പാവപ്പെട്ട ആൾക്കാർ. അതിൽ തന്നെയും ഒരു ക്രീമി ലെയർ ഉണ്ടെന്ന് നമുക്കറിയാം. OBCയിലും ഈവൻ ദളിത്തിലും ഒക്കെ ഒരു ക്രീമി ലെയർ ഉണ്ട്. അവർക്ക് പൈസയുണ്ട്, ഭൂമിയുണ്ട്, അവർ കരം കൊടുത്ത രസീത് കൊണ്ടുപോയി ജാമ്യം എടുത്തിട്ട് പോരാറുണ്ട്. ആ ജാമ്യം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? സ്ട്രെയിറ്റ് അവേ അവരെ ജയിലിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇന്ത്യൻ ജയിലിൻ്റെ ഇന്നത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് NCRB തരുന്നില്ല. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 90% ഇന്ത്യയിലെ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ്. അവർക്ക് ഭൂമിയില്ല. ഇനിയും അതും കൂടാതെ LGBTQ അവർക്കും വീടില്ല, അഡ്രസ്സില്ല, ഭൂമിയില്ല. അവരും ജയിലിലേക്ക് തന്നെയാണ് പോവുക. പല കാര്യങ്ങൾക്കും അവർ ഉപജീവന മാർഗത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കോടതിയിൽ കൊണ്ടുപോകാറുണ്ട്. കോടതി അവരെ സ്ട്രെയിറ്റ് ജയിലിലേക്ക് തന്നെയാണ് വിടുക. പിന്നെ മുസ്ലിങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 90% ഇൻമേറ്റ്സ് ഇന്ത്യൻ ജയിലുകളിലേത് ആദിവാസി, ദളിത്, OBC, LGBTQ, മുസ്ലിങ്ങൾ. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കപ്പെടുന്നത്? എന്ത് സാഹോദര്യമാണ്, എന്ത് ലിബർട്ടി, എന്ത് ഫ്രറ്റേണിറ്റിയാണ് ഇവിടെ ഉള്ളത്? ഈ ഡേറ്റകളൊന്നും നമ്മുടെ മീഡിയകൾ നമ്മുടെ മുമ്പിൽ തരില്ല. ഇത് ലഭ്യമല്ലാത്തത് കൊണ്ട് അവ നമ്മെ അലോസരപ്പെടുത്തത്തുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ജസ്റ്റിസ് കഡ്യൂലിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ആർട്ടിക്കിൾ 25 മതവിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പു തരുന്നു. എന്നാൽ സംഭവിക്കുന്നത് ഗൗരക്ഷകർ പാവങ്ങളെ തല്ലിക്കൊല്ലുന്നതും ജയ് ശ്രീരാം വിളിക്കാത്ത മുസ്ലിങ്ങളുടെ മേൽ കള്ളക്കേസെടുത്ത് നീണ്ടകാലം ജയിലിലടയ്ക്കുന്നതുമാണ്. ആർട്ടിക്കിൾ 39F, ആർട്ടിക്കിൾ 47 ഇവ രണ്ടും കുട്ടികളുടെ പോഷകാഹാരം ഉറപ്പാക്കി അവരുടെ ശരിയായ വളർച്ച ഉറപ്പു നൽകുന്നു. എന്നാൽ ഇന്ത്യയിലെ പകുതിയിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് കാരണം മന്ദവളർച്ചയിലെത്തുന്നു. ലോകത്തിലെ തന്നെ ആകെയുള്ളതിൽ 1/3 കുട്ടികൾ പോഷകാഹാരക്കുറവ് കാരണം സ്റ്റണ്ടിങ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ലോകത്ത് മൊത്തത്തിലുള്ള പിക്ചറിലെ 1/3 ഇന്ത്യയിലാണ് നടക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 27 ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് സർക്കാരിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. എന്നാൽ കോടതികളിലെ നീണ്ട കാലതാമസവും ഏകദേശം 5.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്ന സമയത്തെ കോടതികളിൽ നിന്നും 80% വരുന്ന താഴെയറ്റത്തുള്ള ജനങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കാനാവില്ല. കോടതികളിലെ പല വ്യവഹാരങ്ങളുമായി പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ രീതികൾ എന്താണ്, കാലതാമസം എന്താണ്. പലപ്പോഴും പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ തുടക്കത്തിൽ 1-2 വർഷം കഴിയുമ്പോൾ കോംപ്രമൈസ് ചെയ്യും. അവിടെയുള്ള വക്കീലന്മാരും ഗുമസ്തന്മാരും കോടതി തന്നെ നമ്മളെ നിർബന്ധിക്കും, മടുത്തില്ലേ 2 വർഷം കഴിയുമ്പോൾ. അപ്പോൾ മിക്കവാറും ഞാനിപ്പോൾ അടുത്ത സമയത്ത് കോടതികൾ പല കാര്യങ്ങൾക്കായി പോകാറുണ്ട്. അപ്പോൾ അവിടെ കാണുന്നത് മിക്കവാറും ഒരു 5 കേസ് ദിവസം എല്ലാ ദിവസവും കോംപ്രമൈസ് ആവും. അത് നോക്കുമ്പോൾ ചിലത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ കേസ് ഡൽഹിയിൽ ഒരു 8 വർഷം കഴിഞ്ഞ ഒരു കേസിൽ ഒരു സ്ത്രീ ഹൈക്കോടതിയിൽ, ഇപ്പം ഞാൻ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല, ഞാനിത് പിൻവലിക്കുകയാണ്. ജുഡീഷ്യൽ ഫാറ്റിഗ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ മതിയാക്കുകയാണ്, എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. 8 വർഷം കൊണ്ട് ഞാൻ കോടതികളുടെ വരാന്തകൾ കയറി ഇറങ്ങി എൻ്റെ ജോലിക്ക് പോകാതെ, കുട്ടികളെ നോക്കാതെ, വീട് നോക്കാതെ ഞാൻ നടക്കുകയാണ്. എനിക്കിനി ഈ നീതി വേണ്ട. എന്നെ സംബന്ധിച്ചും
ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോയതിന് ശിക്ഷ എനിക്ക് കോടതി തന്നു കഴിഞ്ഞു. ഇവിടെ കോടതി നീതിക്ക് പകരം ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഏതാണ്ട് 5.5 കോടി കേസുകളാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കെട്ടിക്കിടക്കുന്നത്. അതുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന തിക്തഫലവുമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം ജസ്റ്റിസ് കഡ്ജു സൂചിപ്പിക്കുന്നത് തന്നെ, പ്രധാനമന്ത്രി 2014, അതായത് നീണ്ട കോൺഗ്രസ് കാലത്തെ ദുഷ്ഭരണം എന്നൊക്കെ ഉള്ള പ്രചരണത്തിൽ അതിൽ നിന്നൊരു മോചനം ഞാൻ അന്ന് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഒരു തവണയെങ്കിലും വേറെ ആർക്കെങ്കിലും ഒന്ന് കൊടുത്ത് ശ്രമിച്ചുകൂടെ എന്നുള്ള ഒരു ചർച്ച കൂടെ പലപ്പോഴും ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്ററിലും മറ്റ് പല വേദികളിലും നടക്കുന്ന ചർച്ചയുടെ സ്വഭാവം ഇതായിരുന്നു. ഇത്രയും നാൾ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു മുടിച്ചു, മറ്റൊരാൾക്കൊരു അവസരം കൊടുത്തുകൂടെ? ഇടയ്ക്ക് വാജ്പേയി ഗവൺമെൻറ് വന്നിരുന്നു എന്നുള്ള കാര്യം, അതുപോലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ജനതാദൾ ഗവൺമെൻറ് വന്നു എന്നുള്ള കാര്യം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാനീ പറയുന്നത്. എങ്കിലും ഏതാണ്ട് 80% സമയവും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് ഭരിച്ചത്. അവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടു. ഇനി ഒരു മാറ്റം ഞങ്ങൾ ഗുജറാത്തിൽ ചെയ്തത് കണ്ടില്ലേ? ഗുജറാത്ത് മോഡൽ, ദ ഗ്രേറ്റ് ഗുജറാത്ത് മോഡൽ എന്ന കാര്യം കാണിച്ചുകൊണ്ട് അപ്പോഴേക്കും ഈനാട് ഗ്രൂപ്പ് വഴി ഇന്ത്യയിലെ മീഡിയയിലെ 90% ഷെയറും RSS BJPയും വാങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ വഴിയും മറ്റ് ഇൻ്റലക്ച്വൽ സർക്കിൾസിലെ ചർച്ചകൾ വഴിയും ഒരു മാറ്റം നിങ്ങൾ ഒരു തവണയൊന്ന് തന്നു നോക്കൂ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു വാഗ്ദാനം, വർഷം 20 ലക്ഷം തൊഴിലുകൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഡിമോണിറ്റൈസേഷൻ എന്ന ഒറ്റ ഭരണപരിഷ്കാരം 20 ദശലക്ഷം ജോലികൾ ഇല്ലാതാക്കി. ഇന്നത്തെ അവസ്ഥ, പ്രതിവർഷം 12 ലക്ഷം യുവാക്കൾ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതിൽ വെറും 50,000, ഏകദേശം 50,000 മാത്രമാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. ബാക്കിയുള്ള ഈ 11.5 ലക്ഷം എവിടെ പോകുന്നു എന്ന് നമ്മുടെ മീഡിയകൾ നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. അവർ പോകുന്നത്, പെൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും പ്രോസ്റ്റിറ്റ്യൂട്ടുകളായും സ്ട്രീറ്റ് വെൻഡേഴ്സായും ഹാക്കേഴ്സായും മറ്റു കുറ്റവാളികളായും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇത് അവരുടെ കുറ്റമല്ല, ഈ കാര്യങ്ങളിലേക്ക് പോകുന്ന അവരുടെ കുറ്റമല്ല. ഇവിടെ ഭരണകൂടത്തിൻ്റെ പരാജയമാണ്. 12 ലക്ഷം ആൾക്കാർ അഭ്യസ്തവിദ്യരായി, പലപ്പോൾ ഇതിൽ കൂടുതലും എൻജിനീയറിങ്ങും മറ്റ് പ്രൊഫഷണൽ ഡിഗ്രിയും കഴിഞ്ഞിട്ടുള്ള വെളിയിൽ വന്നാണ്. അവർക്ക് ജോലി കൊടുക്കാൻ സമൂഹത്തിന് കഴിയുന്നില്ല. വെറും 50,000 സ്റ്റാറ്റിസ്റ്റിക്സാണ് കാണിക്കുക. 50,000 ജോലി കിട്ടിപ്പോകുന്നത്. ബാക്കി 11.5 ലക്ഷം ഒരു വർഷം. അങ്ങനെ കഴിഞ്ഞ 11 വർഷമായി ഇത്തരത്തിൽ സമൂഹ വിരുദ്ധരായി മാറ്റപ്പെടാൻ വിധിക്കപ്പെട്ടവർ എത്രയാണെന്നുള്ള നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മറ്റൊന്ന്, നമ്മുടെ സ്ത്രീകളിൽ 50% സ്വാതന്ത്ര്യം കിട്ടിയ 77 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം, 78 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. നമ്മുടെ സ്ത്രീകളിൽ 57% അനീമിക്കാണ്. അവരുടെ സ്ഥിതിയാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അസമത്വം, ഇത് സായിനാഥിൻ്റെ കണക്കാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അസമത്വം, ഇൻഇക്വാളിറ്റി, വൺ ഓഫ് ദ വാല്യൂസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, 1947 മുൻപുണ്ടായിരുന്നതിന് തുല്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ എന്ത് മാറ്റമാണ്? ഇങ്ങനെ എല്ലാവിധത്തിലും നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വച്ച ഒരു മൂല്യങ്ങൾ പോലും നടപ്പാക്കപ്പെടാതെ നാം ഈ അവസ്ഥയിൽ എത്തിയത് എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ 75 വർഷങ്ങളായി നമ്മുടെ നിത്യജീവിതത്തിൽ നികത്തപ്പെടാതെ കിടക്കുന്ന ഒരു വലിയ വൈരുദ്ധ്യമാണ് ഇതിന് കാരണം. വലിയൊരു കോൺട്രഡിക്ഷനിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു 50 റിപ്പബ്ലിക് അതിന് ശേഷം. എന്താണ് ഈ വൈരുദ്ധ്യം? ഭരണഘടനാപരമായി രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ ഉണ്ടാക്കപ്പെട്ട് നിലനിൽക്കുന്നു. അന്നത്തെ ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു ഇന്ത്യൻ ഭരണഘടന.
ഒരിക്കലും ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നിലവിലാകാൻ സാധ്യതയില്ലാത്ത ഒരെണ്ണമായിരുന്നു. എങ്കിലും അത് നടന്നു. ആ സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഭരണഘടനാപരമായ രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ ഉണ്ടാക്കപ്പെട്ട് നിലനിൽക്കുന്നു. ഇതൊരു വശയ്ക്ക് നിലനിൽക്കുകയാണ്. എന്നാൽ സമാന്തരമായി നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിലോ എല്ലാ പ്രധാന തിരിവുകളിലും നാം മതപരമായ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് പിടിവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു പോരുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു വലിയ കോൺഫ്ലിക്റ്റാണ്. ഒരു മോഡേൺ ആശയവും ഒരു പ്രിമിറ്റീവായ അല്ലെങ്കിൽ നോൺ മോഡേണായിട്ടുള്ള ഒരു ജീവിത രീതിയും തമ്മിൽ കലഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 77 വർഷം മുമ്പോട്ട് പോയത്. അല്ലെങ്കിൽ കഴിഞ്ഞ 75 വർഷം, നമ്മുടെ റിപ്പബ്ലിക് അതിനുശേഷം ഭരണഘടന 50 വന്നു, 75 വർഷമായി. ഈ 75 വർഷം നമ്മൾ ജീവിച്ചു പോയത് എങ്ങനെയാണ്? ഈ കോൺഫ്ലിക്റ്റാണ്. നമ്മുടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരിടൽ, പിന്നീട് അത് ക്രിസ്ത്യ സമൂഹമാണെങ്കിൽ മാമോദിസ മുക്കുക, തുടർന്ന് അങ്ങോട്ട് വിവാഹം, മരണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളും മതപരമായ ചടങ്ങുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഒരു വഴിക്ക് മതപരമായ ഒരു ജീവിതാവസ്ഥയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നു. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, അബ്സല്യൂട്ട്ലി നത്തിങ്. മറുവഴിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം വെച്ച് പൂജിക്കപ്പെടുന്നു. ആ സാധനം കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ ഗുണവും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ തൊട്ടു മുമ്പ് ജസ്റ്റിസ് കഡ്ജു സൂചിപ്പിച്ചത്. ഈ ഒരു വൈരുദ്ധ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ ഇവിടെ ഈ ജംഗ്ഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഭരണഘടനാപരമായി രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ ഉണ്ടാക്കപ്പെട്ട് നിലനിൽക്കുന്നു. ശരിയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും, നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സമാന്തരമായി നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രധാന തിരിവുകളിലും നാം മതപരമായ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് പിടിവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു പോരുന്നു. നിങ്ങൾ യോജിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ ദൈനംദിന ജീവിതം എന്താണ്? എന്നാൽ കഴിഞ്ഞ 75 വർഷത്തിൽ സ്വതന്ത്ര ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ എന്താണ് വിഭാവന ചെയ്യപ്പെട്ടത്? ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. സുപ്രീം കോടതിയാണ് ആക്ച്വലി എ സൈറ്റ് ഓഫ് സ്ട്രഗിളായി ഇവിടെ നിലനിൽക്കുന്നത്. നമ്മുടെ ഭരണഘടന മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സുപ്രീം കോടതി അതിന് ശ്രമിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ അകത്തുള്ള അവിടുത്തെ 34 ജഡ്ജിമാരിൽ ഇടയിൽ നടക്കുന്ന മത്സരങ്ങളും കലഹങ്ങളും അവരുടെ മേലെയുള്ള സമ്മർദ്ദങ്ങളും നമ്മൾ കാണാതിരുന്നുകൂടാ. നമുക്കറിയാം, ജസ്റ്റിസ് ചേലമേശ്വരൻ്റെയും നേതൃത്വത്തിൽ 2022 എൻ്റെ ഓർമ്മ ശരിയല്ലേ, നമ്മുടെ ജഡ്ജിമാർ ഒരു റിവോൾട്ട് നടത്തിയിരുന്നു. അതെ, അവരുടെ മേലെയുള്ള പ്രഷർ എക്സിക്യൂട്ടീവിൻ്റെ അത്രമാത്രം കൂടുതലാണ്. ഭരണഘടനാ നൈതികത നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് ചെയ്യൂ, അത് ചെയ്യൂ, മറ്റേത് ചെയ്യൂ തുടങ്ങിയുള്ള പ്രഷർ അദൃശ്യകരങ്ങളിലൂടെ വരികയാണ് എക്സിക്യൂട്ടീവിൽ നിന്നും, ഗവൺമെൻറ്റിൽ നിന്നും. അത് ചെയ്യാൻ കഴിയാതെ അത് വളരെ വളരെ കൂടിയപ്പോൾ അത് ഏത് വിഷയത്തിലാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മഹാരാഷ്ട്രയിലെ ആ ജഡ്ജിയുടെ വധവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അമിത്ഷാ നേരിട്ട് പ്രതിയായിരുന്ന ഒരു കേസിലെ ജസ്റ്റിസ് ലോയ വധ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ ഒരു രാത്രിയിൽ അവർ പ്രസ് കോൺഫറൻസ് നടത്തുകയും റിവോൾട്ട് ചെയ്യുകയും ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് മിശ്രയായിരുന്നു ആണെന്ന് തോന്നുന്നു. അദ്ദേഹം കൊളീജിയത്തിൻ്റെ
അവിടെ ഒരു കൊളീജിയം ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 5 ജഡ്ജിമാരാണ് ഡെയിലിയുള്ള അവരുടെ ചാർട്ടർ ഓഫ് ഡ്യൂട്ടീസ് ഫിക്സ് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും അവരുമായിട്ടൊന്നും തന്നെ പരിഗണിക്കാതെ തനിയെ ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഡിക്റ്റേറ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു റിവോൾട്ടായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. എന്താണ് നടത്തിയത്? ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു അത്. ഇത് നമ്മുടെ മറ്റൊരു വിഷയത്തിലേക്ക് പോകും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ സാധാരണ ജനജീവിതവുമായി എങ്ങനെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് എത്രമാത്രം പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഭരണഘടനാ നൈതികത ശരിക്കും നടപ്പാക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭരണഘടനാപരമായി രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ നിലനിൽക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് നമ്മൾ പറയും. എന്നാൽ സമാന്തരമായി നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രധാന തിരിവുകളിലും നാം മതപരമായ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് പിടിവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു പോരുന്നു. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 75 വർഷമായി. അതിൻ്റേതായിട്ടുള്ള ഒരു നൈതികതയുണ്ട്. അതൊരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെ അതൊന്നും തന്നെ യാതൊരു വിധത്തിലും ബാധിക്കാതെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതം, ദൈനംദിന ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ നടക്കുന്ന അനീതി അല്ലെങ്കിൽ നിയമവിരുദ്ധത അങ്ങേയറ്റത്തെ അവസ്ഥയിലെത്തിയപ്പോൾ 4 ജഡ്ജിമാർ ചേർന്ന്, ജസ്റ്റിസ് ചേലമേശ്വരും മറ്റും ചേർന്ന് നടത്തിയ ഒരു റിവോൾട്ടായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. അവർക്ക് രക്ഷയില്ല. അതായത് ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് വിത്തിൻ ദ സുപ്രീം കോർട്ട്. എക്സിക്യൂട്ടീവ് അതിൻ്റെ മേലെ എപ്പോഴും പ്രഷർ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ആ പ്രഷറിനെ മറികടക്കാൻ വേണ്ടി പലപ്പോഴും ജുഡീഷ്യറി പല ശ്രമങ്ങളും നടത്താറുണ്ട്. അങ്ങനെയുള്ളൊരു ശ്രമമായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. അതായത് നിങ്ങളുടെ അതിര് കടന്ന് ഞങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. അത് ഏത് വിഷയത്തിൽ? ജസ്റ്റിസ് ലോയയുടെ മരണവുമായി, കൊലപാതകമെന്ന് വേറെ വിശേഷിപ്പിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. അതായത് അമിത്ഷാ പ്രതിയായിരുന്ന കേസിൽ ഉള്ള വിഷയമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭരണഘടനാ നൈതികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഈ നൈതികത ഉപയോഗിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ധാർമ്മികതയും നൈതികതയും പരസ്പരം പൂരകങ്ങളായി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ധാർമ്മികത എന്ന വാക്ക് ഒരു റിലീജിയസ് കനോട്ടേഷൻ അത് ക്യാരി ചെയ്യുന്നത് കൊണ്ട് അതുപയോഗിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് ഒരു ആധുനിക രാഷ്ട്രമെന്ന നിലയിൽ 75 വർഷം പിന്നിട്ട് നിൽക്കുന്ന ഒരു ആധുനിക രാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് കൃത്യമായ വൊക്കാബുലറിയും വേണ്ടിയിരിക്കുന്നു. ഇവിടെ ധാർമ്മികത ഉപയോഗിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ 90% ജനങ്ങൾ ധാർമ്മികത കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു റിലീജിയസ് കനോട്ടേഷനാണ്. അതുകൊണ്ട് ആ റിലീജിയസ് കനോട്ടേഷൻ ഇല്ലാതെ ഒരു ആധുനിക മോഡേൺ മീനിങ് അതിന് കിട്ടുന്നതിന് വേണ്ടി നൈതികതയെ ഞാൻ വീണ്ടും ഉപയോഗിക്കുക. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭരണഘടനാ നൈതികത നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും അന്യമാക്കി നിലനിന്നിരുന്നത് കൊണ്ടാണ്, അഥവാ നിലനിർത്തിയിരുന്നത് കൊണ്ടാണ് നാം ഈ അവസ്ഥയിലെത്തിയത് എന്ന് കാണാം. പാശ്ചാത്യ നാടുകളിലെ പോലെ പ്രോഗ്രസീവായ ഒരു ഗ്രാൻഡ് പ്രോജക്റ്റ് ഓഫ് ഹ്യൂമനൈസേഷൻ, സെക്കുലറൈസേഷൻ ആൻഡ് റാഷണലൈസേഷൻ ഇവിടെ നടപ്പാക്കപ്പെടാതെ പോയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 75 വർഷത്തിന് ശേഷവും നമ്മുടെ ഭരണഘടന ഒരു വഴിക്ക് നിൽക്കുകയും അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും നടപ്പാക്കപ്പെടാതെ ഒരു വലിയ അകൽച്ച നിൽക്കുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അഥവാ ഭരണഘടനാ നൈതികത? ഇതിനെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് തീർച്ചയായും നമ്മൾ സാധാരണ ഇന്ത്യയിൽ മൊറാലിറ്റി എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരർത്ഥത്തിൽ നിന്നും അപ്പുറത്താണത്. അതിന് വ്യത്യസ്തമായ ചരിത്രപരമായ മാനങ്ങളുണ്ട്.
അതിനെ ഒറ്റ വാക്കിൽ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇത് പൂർണ്ണമായാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും അതിൽ നിന്ന് സ്ലൈറ്റ്ലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥകൽപ്പന അതിന് കൊടുക്കാവുന്നതാണ്. ഒറ്റ വാക്കിൽ ഭരണഘടന മുൻപോട്ട് വച്ച മൂല്യങ്ങളുടെ, നമുക്കറിയാം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി. ഇപ്പോൾ ഭരണഘടന മുൻപോട്ട് വച്ച മൂല്യങ്ങളുടെ അടിത്തറയായുള്ള തത്വങ്ങളുടെ, ആശയങ്ങളുടെ ആകത്തുകയാണ് ഭരണഘടനാ നൈതികത. ഈ ആശയങ്ങളുടെ ആകത്തുകയാണ്. ഈ തത്വങ്ങളും ആശയങ്ങളും പാശ്ചാത്യ നാടുകളിൽ ജ്ഞാനോദയത്തിന് ശേഷം ഏകദേശം 100-200 വർഷങ്ങൾ കൊണ്ട് ഉരുത്തിരിഞ്ഞതാണ്. മനുഷ്യബന്ധങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തിലെ നാനാവിധ പരസ്പര വ്യവഹാരങ്ങളെയും യുക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുക എന്ന മഹത്തായ പ്രോജക്റ്റായിരുന്നു ജ്ഞാനോദയം നടത്തിയത്. ജ്ഞാനോദയം ഒരു ചെറിയ, അത് എൻലൈറ്റൻമെൻറ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നടത്തിയത് ചെറിയ ഇൻ്റർവെൻഷൻ ആയിരുന്നില്ല. അത് മനുഷ്യബന്ധങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തിലെ നാനാവിധ പരസ്പര വ്യവഹാരങ്ങളെയും യുക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അവിടെ 2 പ്രധാന ഘടകങ്ങൾ വരുന്നു. 1 യുക്തി, 2 സ്വാതന്ത്ര്യം. ഭരണഘടനാ നൈതികത ഒരു വൻ പദ്ധതിയായി സമൂഹത്തിൻ്റെ മാനവീകരണത്തെയും റാഷണലൈസേഷനെയും സെക്കുലറൈസേഷനെയും മുൻപിൽ വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഭരണഘടനാ നൈതികത 3 പ്രധാന കാര്യങ്ങളെ മുൻപിൽ വയ്ക്കുന്നു. 1 സമൂഹത്തിൻ്റെ മാനവീകരണം, അതിൻ്റെ റാഷണലൈസേഷൻ, അതിൻ്റെ സെക്കുലറൈസേഷൻ. ഈ 3 ഫാക്ടേഴ്സ്, ഘടകങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. അത് മനുഷ്യ ജീവിതത്തിൽ ഇന്നിൻ്റെ ഇവിടെയുടെ നൈതികതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഇവിടെ നമ്മൾ അനുഭവിക്കേണ്ടുന്ന നൈതികതയാണ് ഭരണഘടനാ നൈതികത. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ സംഭാഷണത്തിലുടനീളം ഞാൻ നൈതികതയും ധാർമ്മികതയും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇടയ്ക്ക് ധാർമ്മികത ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നൈതികത തന്നെയാണ്. ഇതിന് നമ്മുടെ ശബ്ദധാരാവലി പോലും നൈതികതയ്ക്ക് കൃത്യമായ ഒരർത്ഥം തരുന്നില്ല. നീതിയുണ്ട്, പക്ഷേ നൈതികതയില്ല. നീതി എന്ന വാക്കതിലുണ്ട്, നൈതികതയില്ല. ഞാനത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കിട്ടുന്നില്ല നൈതികത എന്ന വാക്കിൻ്റെ ഒരു പക്ഷേ അങ്ങനെ ഒരു അർത്ഥവും നമുക്ക് കൊടുക്കാം. കാരണം നമുക്ക് പുതിയ അർത്ഥങ്ങൾ വേണം. നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്, പ്രതിസന്ധികൾ നിറഞ്ഞൊരു ചരിത്രഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പല വാക്കുകൾ, കാരണം ഭാഷ ഒരു വലിയ പ്രശ്നമാണ്, പല വാക്കുകൾക്കും പുതിയ അർത്ഥമാനങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണഘടന ധാർമ്മികത എന്ന വാക്കിന് പകരം ഞാൻ ഈ വിഷയത്തിൻ്റെ പേര് നൈതികത എന്ന് ഇട്ടത് തന്നെ ബോധപൂർവം ഒരു ചിന്തയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഒന്ന് ചൊറിഞ്ഞു നോക്കലാണ്. നമുക്കറിയാം, ഏതാണ്ട് 8000-ലധികം വർഷങ്ങളിലെ മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു നവോത്ഥാനം. 1350 മുതൽ 1600 വരെ പാശ്ചാത്യ നാടുകളിൽ നടന്ന മാറ്റങ്ങളുടെ ഒരു ആകത്തുകയായി നമുക്കിതിനെ കാണാം. പ്രത്യേകിച്ചും 14-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇറ്റലിയിൽ ആരംഭിച്ച അത് മനുഷ്യൻ്റെ സമഗ്രമായ മുന്നേറ്റത്തിന് അടിസ്ഥാന കാരണമായി. അന്നുവരെ മതധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയ മനുഷ്യജീവിതത്തിന് അസഹനീയമാം വിധം വലിയ പോരായ്മകളുണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം ജനങ്ങളും നിത്യജീവിതത്തിൽ കഷ്ടത കൊണ്ട് ഞെരിപിരിക്കൊള്ളുമ്പോൾ രാജാവും പാപ്പസിയും, ക്ലർജിയാണ് ഉദ്ദേശിക്കുന്നത്, പോപ്പ് ക്ലർജിയും സുഖലോലുപതയിൽ മുഴുകി ജീവിതം ആഘോഷിച്ചിരുന്നു. ഈ സിറ്റുവേഷൻ, ദിസ് നെസസിറ്റേറ്റഡ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനെയും ഒരു പൊളിച്ചെടുത്ത് ഇത് ആവശ്യപ്പെട്ടു. കാരണം എന്ത് തോന്നിയമാസമാണ് നടന്നുകൊണ്ടിരുന്നത്. ജനങ്ങൾ, കർഷകർ നരകജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാജാവും പാപ്പസിയും എന്താണ്, അവർ സുഖലോലുപതയിൽ ഇങ്ങനെ ആറാടുകയാണ്. അതിനേക്കാൾ കൂടുതലുള്ള ഒരു 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 എന്താണ് പറയുക, നീതി നിഷേധമില്ല. ആ സമയത്താണ്
നമുക്ക് റിനേസൻസ് ശരിക്കും ഉണ്ടാവുന്നത് ഇറ്റലിയിലാണ് തുടങ്ങിയത്. ഇറ്റലി അത് നടക്കാനുള്ളതിൻ്റെ കാരണം നമുക്കറിയാം. അപ്പോഴേ ഇറ്റലിയിലെ കച്ചവടക്കാർ അതിനു മുമ്പ് തന്നെ 10-ാം നൂറ്റാണ്ടോട് പാക്കപ്പൽ കണ്ടെത്തിയിരുന്നു. ലോകത്താകമാനം യാത്ര ചെയ്ത് അവിടെയുള്ള എല്ലാ അറിവുകളുടെയും മൂല്യങ്ങളുടെയും ഒരു സഞ്ചിത രൂപം ഇറ്റലിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പം ഈ അറിവുകളും മൂല്യങ്ങളുമാണ് ശരിക്കും ഇറ്റലിയിലെ ഇങ്ങനെയൊരു നവോത്ഥാന മൂവ്മെൻ്റ് ഉണ്ടാവാൻ കാരണം. 1350-നും 1500-നും ഇടയിൽ ഇറ്റലി വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കാരണം ലോകത്തുള്ള അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത മൂല്യങ്ങളുടെയും അറിവുകളുടെയും സഞ്ചിതമായ അതിൻ്റെ ടോട്ടാലിറ്റി അവിടെ എത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമാണ് ആ സമൂഹത്തിൽ ഒരു നവോത്ഥാനം മൂവ്മെൻ്റ് ഉണ്ടാവാനുള്ളതിൻ്റെ കാരണം. അതുകൊണ്ടാണ് അവിടുത്തെ ചിത്രകലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും എല്ലാം ഈ നവോത്ഥാന മൂല്യങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് നവോത്ഥാനം ഒരു വലിയ മൂവ്മെൻ്റായി ഒരു മൂവ്മെൻ്റായി ഇറ്റലിയിൽ ഈ കാലഘട്ടത്തിൽ 1350 മുതൽ ഏതാണ്ട് 1500 വരെയുള്ള കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ഉണ്ടായത്. ഇതിൻ്റെ തുടർച്ചയായി റോമിൽ പോലും പാപ്പസിക്ക് പല കാര്യങ്ങളും മാറ്റം വരുത്തേണ്ടി വന്നു. ഈവൻ വിത്തിൻ ദ ചർച്ച് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പല ആശയങ്ങളും അവർക്ക് നടപ്പാക്കേണ്ടി വന്നു. കാരണം പ്രഷറുണ്ട് താഴെ നിന്ന്, നടപ്പാക്കിയേ പറ്റുള്ളൂ. ഇത്തരം ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. പാപ്പസിയും സുഖലോലുപതയിൽ മുഴുകി ജീവിതം ആഘോഷിച്ചിരുന്നു. ദിസ് നെസസിറ്റേറ്റഡ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് സൊസൈറ്റി. ഇതേ തുടർന്ന് മറ്റെല്ലാ മേഖലകളോടൊപ്പം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വൻതോതിൽ വളർന്നു. ഈ കുത്തൊഴുക്കിലായിരുന്നു കോപ്പർനിക്കൻ റെവല്യൂഷൻ ഉണ്ടാവുന്നത്. ഒപ്പം ഗലീലിയോയുടെ ടെലസ്കോപ്പ് നിർമ്മാണവും. ടെലസ്കോപ്പിലൂടെ ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥ നിരീക്ഷണം, ഭൂമി കേന്ദ്രമായ പ്രപഞ്ചം എന്ന മതകൽപ്പന പാടെ തകർന്നു വീണു. 1600-ൽ ഗലീലിയോയുടെ ടെലസ്കോപ്പിലൂടെ പ്രപഞ്ചത്തെ വീക്ഷിച്ചു കഴിഞ്ഞ ജനങ്ങൾ ഇനിയും പാപ്പസി പറഞ്ഞിരുന്ന, ക്രിസ്തുമതം പറഞ്ഞിരുന്ന ഒരു പ്രപഞ്ചകൽപ്പന, ഭൂമി കേന്ദ്രം, ദൈവം മുകളിൽ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വിശ്വസിക്കില്ല. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ആർക്കിടെക്ചർ, ആ കൺസെപ്റ്റ് തകർന്നു വീണു ടെലസ്കോപ്പ് ഉണ്ടായപ്പോൾ തന്നെ. തുടർന്ന് അങ്ങോട്ട് ജ്ഞാനോദയത്തിൻ്റെ കാലം 1600 മുതൽ 1700 വരെ പൊതുവായി എഗ്രി ചെയ്യുന്നത്. അത് 1800 വരെ ഉണ്ടെന്ന് മറ്റ് ചില ചിന്തകർ പറയുന്നു. എങ്കിലും നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു യുക്തിക്ക് നിരക്കുന്നത് 1600 മുതൽ 1700 വരെ ജ്ഞാനോദയത്തിൻ്റെ എൻലൈറ്റൻമെൻറ്റിൻ്റെ കാലമായിരുന്നു. ഇവിടെ നടന്ന വലിയ മാറ്റം ഇനി ഏതൊരു ചരിത്രഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് ശാസ്ത്രത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു പ്രത്യേക മൊമെൻറ്റിൽ നമുക്കുള്ള അറിവ് അല്ലെങ്കിൽ നമുക്കുള്ള സയൻസ് എന്ന് പറയുന്നത് ആ തൊട്ടു പിന്നിലുള്ള അറിവും അതിൻ്റെ പുറകോട്ട് ഉണ്ടാക്കപ്പെട്ടുള്ള അറിവുകളുടെ എല്ലാം സഞ്ചിതമായ അറിവാണ്, ടോട്ടാലിറ്റി. ആ ടോട്ടാലിറ്റി ഓഫ് നോളജാണ് ശരിക്കും ആ പീരീഡിൽ സമയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടി. ഞാൻ ഇതിൻ്റെ എനിക്ക് കൺസെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടെ പറഞ്ഞു പോകാതെ വയ്യ. ഇവിടെ ഈ കാലത്തെ പ്രതിനിധീകരിച്ച ഒരു സയൻറ്റിഫിക് സിവിലൈസേഷൻ ഉണ്ടായപ്പോൾ, ചരിത്രത്തിൽ ഉണ്ടായപ്പോൾ അതിനെ പ്രതിനിധീകരിച്ച ഒരു പ്രധാന കാര്യമാണ് ലെബനിസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. അതാകട്ടെ അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യരാശിക്കുണ്ടായിരുന്ന ഭാഷ പോരാ, ഇനി നമുക്കൊരു പുതിയ ഭാഷ വേണം. ആ പുതിയ ഭാഷ മുൻപ്, അതായത് ഗലീലിയോയുടെ ടെലസ്കോപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയും അതിനുശേഷമുള്ള ധാരണയും കംപ്ലീറ്റ്ലി മാറി. ആളുകൾക്ക് മതത്തിൽ വിശ്വാസമില്ലാതായി, മതം പറഞ്ഞിരുന്ന ദൈവകൽപ്പനയിൽ വിശ്വാസമില്ലാതായി. ആ സമയത്തുണ്ടായ ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക്. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് ചവിട്ടി നിന്ന മണ്ണ് ഒലിച്ചുപോയി. ഇനി എവിടെ ചവിട്ടി നിൽക്കും എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ആളുകളുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് മെറ്റാഫിസിക്സും സയൻസും എല്ലാം കൂടെ
ഒന്നിച്ചു പോകുന്നതിനുള്ള ഒരു പുതിയ ഭാഷ, റാഷണാലിറ്റി എന്ന് പറയാം. നമ്മൾ ഇന്ന് വളരെ വേഗത്തിൽ മനസ്സിലാവും, യുക്തിചിന്ത എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് നമ്മൾ പറയുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ലെബനിസിൻ്റെ ആ ആ കണ്ടെത്തലും ആ റിസർച്ചും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കണ്ടെത്തിയ ഒരു ഭാഷയായിരുന്നു റാഷണാലിറ്റി. അതാണ് പിന്നീട് അങ്ങോട്ട് മനുഷ്യനെ നയിച്ചത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അല്പം വേഗത്തിലേക്ക് പോകുന്നു. ഇന്നും ഇന്ത്യയിൽ പലർക്കും ഈ ഭാഷ, അതായത് റാഷണാലിറ്റി എന്ന് പറയുന്ന ഭാഷ ലഭ്യമല്ല. ഇവിടെ കൂടിയിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അത് മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ജ്ഞാനോദയത്തിന് മുമ്പ്, അതായത് എൻലൈറ്റൻമെൻറ്റ് മുമ്പ് ഏതാണ്ട് വിശ്വസനീയമായ ഒരു പ്രപഞ്ച വീക്ഷണവും ജീവിത വീക്ഷണവും നൽകിക്കൊണ്ട് അതുവരെ ജനങ്ങളുടെ ജീവിതത്തിൽ മതങ്ങളായിരുന്നു എല്ലാം. പക്ഷെ പെട്ടെന്ന് ജ്ഞാനോദയത്തിന് ശേഷം അത് മാറി ഒരു വലിയ ചോദ്യചിഹ്നം മതങ്ങളുടെ മേലെ ഉണ്ടായി. അങ്ങനെ പുതിയ മൂല്യങ്ങളുടെ ആവശ്യം വന്നു. ഈ പുതിയ മൂല്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയായി ഇവോൾവ് ചെയ്തു വന്നത്. അതിൻ്റെ മൈന്യൂട്ട് എലമെൻറ്റ്സിലേക്ക് പോകുന്ന സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ശരിക്കും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഇന്നിൻ്റെ ഇവിടെയുടെ മൊറാലിറ്റിയാണ്. അവിടെ യാതൊരു ദൈവവുമില്ല, മറിച്ച് എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടുന്ന മൂല്യങ്ങൾ എന്ന ഒരു ശാസ്ത്രീയ യുക്തിപരമായ ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയായി ഇവോൾവ് ചെയ്ത് വരികയും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയെ നയിക്കുന്ന ആ ഒരു ജൈവ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി തീർച്ചയായും മതപരമായ ഒരു റിലീജിയസ് മൊറാലിറ്റിയുടെ നേരെ വിപരീതമായി നിൽക്കുന്നതാണ്. ഈ ട്രാൻസിഷന് ഇന്ത്യക്ക് 75 വർഷത്തിനകത്ത് ഒരു റിലീജിയസ് മൊറാലിറ്റിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലേക്കുള്ള ട്രാൻസിഷൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം. നമുക്കത് കഴിയുമോ ഇല്ലയോ എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഈ 75 വർഷത്തിൽ നേരത്തെ ജസ്റ്റിസ് മാർക്കണ്ഡേയ കണ്ഠ്യവും സായിനാഥും മറ്റും നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിച്ച അല്ലെങ്കിൽ വെച്ചിരുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ എന്തുകൊണ്ട് നിൽക്കുന്നു? അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലേക്കുള്ള ട്രാൻസിഷന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ റിലീജിയസ് മൊറാലിറ്റിയിൽ തന്നെ കടിച്ച് തൂങ്ങിക്കൊണ്ട് കിടക്കുന്നു. അതിൽ നിന്ന് വിട്ടുമാറാൻ നമുക്ക് കഴിയുന്നേയില്ല. നമ്മുടെ എല്ലാ ഫംഗ്ഷനും, അതുകൊണ്ടാണ് എല്ലാ ഫംഗ്ഷനും വിളക്ക് കുത്തിക്കൊണ്ടും തുടങ്ങുന്നതും എല്ലാ കാര്യങ്ങളും നാഗേഷ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഇതൊരു വലിയ പ്രശ്നമാണ്. സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇതിൽ നിന്നും അതായത് മതധാർമ്മികത ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള കാര്യം സ്കിപ്പ് ചെയ്യുന്നു. ഒരു പ്രധാന കാര്യം ആധുനികതയിൽ, അതായത് നവോത്ഥാനവും ജ്ഞാനോദയവും കഴിഞ്ഞ് ആധുനികതയിൽ വന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ആധുനികത തന്ന സംഭാവനകളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ സംഭാവന ഇന്ന് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിമർശനപരമായി ചിന്തിക്കേണ്ടതാണ്. ആധുനികത മുമ്പോട്ട് വെച്ച പാശ്ചാത്യ നാടുകൾക്ക് ഒരു വലിയ അളവ് വരെ സ്വായത്തമാക്കാൻ കഴിഞ്ഞ ആ മൂല്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നു. ഒന്നത് പാർശ്വവൽകൃതർക്ക് പ്രധാന കാരണം ആധുനികത വരുന്നതിന് മുൻപ് ഉള്ള പ്രധാന പ്രശ്നം, മതധാർമ്മികതയുടെ പ്രശ്നം, അതുണ്ടാക്കിയ പാർശ്വവൽക്കരണമായിരുന്നു. ഞാൻ നേരത്തെ പാപ്പസിയുടെ കാര്യം സൂചിപ്പിച്ചു. അതായത് രാജാവും പാപ്പസിയും സുഖലോലുപതയിൽ മുഴുകി ജീവിക്കുമ്പോൾ ജനങ്ങൾ പട്ടിണിയിലും കൃഷിക്കാരും ജനങ്ങളും പട്ടിണിയിൽ ജീവിക്കുന്നു. അവർക്ക് യാതൊരു വിധമായ അധികാരങ്ങളുമില്ലാതെ പട്ടിണിയിൽ ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി ആധുനികത വന്നപ്പോൾ പാർശ്വവൽകൃതർക്ക് സംസാരിക്കാൻ അവസരവും നാവും നൽകി. വൈരൂപ്യത്തിൻ്റെ സൗന്ദര്യവും സൗന്ദര്യത്തിൻ്റെ വൈരൂപ്യവും മനുഷ്യൻ കണ്ടു. സമത്വം, സാഹോദര്യം, നീതി, സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങൾ മനുഷ്യന് വലിയ പ്രതീക്ഷയും ഉത്സാഹവും ഉണർവും നൽകി. അപരത്വത്തെ തഴഞ്ഞുകൊണ്ട് എല്ലാവരെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ, ടു ബി ഇൻക്ലൂസീവ് പഠിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള പാർശ്വവൽക്കരണങ്ങളും എതിർക്കപ്പെടേണ്ടതാണെന്നും അതിന് കഴിയും എന്നും ഉള്ള ആത്മവിശ്വാസം മാർജിൻസിന് ലഭിച്ചു. അധികാരത്തിനോട് സത്യം വിളിച്ചു പറഞ്ഞ് വിലപേശാനുള്ള ധൈര്യവും തൻ്റെ ഇടവും മാർജിൻസിന് ലഭിച്ചു. ശാസ്ത്രീയ സ്വതന്ത്ര ചിന്താ പദ്ധതികളും രീതിയും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. മധ്യകാലത്ത് വരെ നിലനിന്നിരുന്ന പല ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പുതിയ ബോധ്യങ്ങൾക്കും ജീവിത വീക്ഷണങ്ങൾക്കും ചിന്താരീതികൾക്കും വഴിമാറിക്കൊടുത്തു. വിമർശനാത്മകമായ ചിന്ത ഒരു ജീവിത രീതിയായി മാറി. ക്രിട്ടിക്കൽ തിങ്കിങ് അവനവനെ തന്നെയും
സ്വന്തം ജീവിത പരിസരത്തെയും നിരന്തരം പുതുക്കിപ്പണിഞ്ഞുകൊണ്ട് പരിമിതികൾ മറികടന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. റാഷണാലിറ്റി ഒരു ജീവിത രീതിയായി, ഭാഷയായി ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിച്ച് സമൂഹത്തിനെ മാനവികവും മതനിരപേക്ഷവും യുക്തിപൂർവവും ആക്കി. മനുഷ്യാവകാശങ്ങൾ തിരിച്ചറിയുകയും ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിലൂടെ ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവരോട് അക്കൗണ്ടബിൾ ആക്കി മാറ്റി ആധുനികത. എനിക്കിവിടെ നിർത്തേണ്ടതുണ്ട്, സമയത്തിൻ്റെ പരിമിതി കാരണം. അടുത്ത ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരു പ്രധാന കാര്യം, ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ 75 വർഷം ഒരു ഭരണഘടനാ നൈതികതയിലേക്ക് മാറാൻ ആ ഒരു ട്രാൻസിഷൻ ഇന്ത്യയിൽ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അത് കഴിയാതിരുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ മാധ്യമരംഗത്തും ഇന്ത്യൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് രംഗത്തും ഇന്ത്യൻ ജുഡീഷ്യറിയിലും ഒരു ഒലിഗാർക്കി, ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അവരുടെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം, അവരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ഒലിഗാർക്കി നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമുക്ക് ഭരണഘടനാ നൈതികത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വലിയ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ ചെയ്യാം, അതിനുള്ള കർമ്മ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ക്ഷമയോട് കേട്ടിരുന്നതിന് നന്ദി. പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യുന്നു, മറ്റുള്ളവർക്കും സംസാരിക്കണം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആ ഭരണഘടനയുടെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഭരണഘടനാ നൈതികത ആധുനിക ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നു എന്നതിനെക്കുറിച്ചാണ് സാറ് സംസാരിച്ചത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഭരണഘടന എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തിനാണ് ഇത്രത്തോളം ആർട്ടിക്കിൾ ഒരു 12, 13 പിന്നെ ആർട്ടിക്കിൾ 21 മാത്രം ആവശ്യമുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും ധാരാളം ആർട്ടിക്കിൾസ് ഉണ്ടായത്? അത് കാരണമാണ് നമ്മുടെ ഭരണഘടന വളരെ സങ്കീർണമായി പോയത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ നമുക്ക് ആർട്ടിക്കിൾ 14, 21 മാത്രം മതി, അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും സങ്കീർണമായ ഒരു ഭരണഘടന ആവശ്യമില്ലായിരുന്നു. പിന്നെ ഭരണഘടനാ നൈതികതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോർജ് ഗ്രോട്ട് എന്ന് പറയുന്ന ആളാണ് ഈ ഭരണഘടനാ നൈതികതയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട്, ഭരണഘടനയുടെ ലോസിനും നിയമത്തിനും അതിൻ്റെ നിയമസംഹിതയ്ക്കും അപ്പുറം അതിനൊരു പബ്ലിക് സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ആ പബ്ലിക് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ നിയമങ്ങളെ അനുസരിക്കാനും നിയമങ്ങളെ മൂല്യങ്ങളായിട്ട് ഉയർത്തിപ്പിടിക്കാനും ഉതകുന്ന ഒരു പബ്ലിക് സ്പിരിറ്റ്, ജനത്തിൻ്റെ ഒരു സ്പിരിറ്റ്, അതാണ് നമുക്ക് ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങോട്ട് കടന്നു വരുന്ന വഴിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രചാരണം കേട്ടു. അതിനകത്ത് ശബരിമല ഡയറക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നൊരു ഞാൻ ജസ്റ്റ് ഒരു സ്ലോഗൻ ഞാൻ വളരെ യാത്ര ചെയ്തിങ്ങ് വരുന്ന സമയത്ത് കേട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നടക്കുന്നതിനിടയിലുള്ള പ്രചാരണത്തിൽ കേട്ട ഒരു സ്ലോഗനാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയോ അല്ലെ ഭരണഘടനയുടെ ചട്ടക്കൂടോ അതിലുണ്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങളോ അല്ല, നമ്മൾ നഷ്ടപ്പെട്ടു പോയത് ആ പബ്ലിക് സ്പിരിറ്റാണ്. സാറിൻ്റെ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ തയ്യാറാക്കിയിരുന്ന ആ നോട്ട് ശരിക്കും ഇതും ഡീൽ ചെയ്തിരുന്നു, പക്ഷേ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്കത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഇതിൽ പ്രധാനമായിട്ടും ജനജീവിതവും കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു ഇൻ്റർപ്ലേ ഉണ്ട്. ഈ ഇൻ്റർപ്ലേയിൽ ശരിക്കും അത് നടക്കാതെ പോയത് കൊണ്ടും ആണ് ശരിക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാത്തത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ എന്താണ് പറയുന്നത്, ഒരു മത ധാർമ്മികതയെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വീക്കല്ല, അതിനേക്കാൾ ദുർബലമല്ല. ശരിക്ക് പറയുകയാണെങ്കിൽ കമ്മ്യൂണിസം പോലും വന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഇവല്യൂഷൻ്റെ ട്രജക്ടറിയിലാണ് വന്നത്. 1748 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നത്, ഞാൻ ആ പോർഷൻ വിട്ടിരുന്നു. അതായത് ശരിക്കും നമ്മുടെ നവോത്ഥാനം കഴിഞ്ഞിട്ട് 1350 മുതൽ 1500 വരെയുള്ള പീരീഡ് ഇറ്റലിയിലെ നവോത്ഥാനത്തിന് കാര്യം ഞാൻ പറഞ്ഞു. അവിടെ വരെ ഞാൻ ഒരു അടിക്കോടും കൂടിയായിരുന്നു വന്നത്. അതിനുശേഷം എനിക്കൊന്ന് പോകേണ്ടി വരും, അത് അവിടെ തന്നെ തിരിച്ചു പോകേണ്ടി വരും. അതിനുശേഷം
സയൻസിൻ്റെയും ടെക്നോളജിയുടെയും അഭൂതപൂർവമായ വളർച്ച ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കാരണം ബിസിനസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഗലീലിയോയിൽ ടെലിസ്കോപ്പ് അവിടെ വന്നപ്പോൾ അതുവഴി ഉണ്ടാക്കിയ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് വരുന്നത് കൊണ്ട് അന്ന് മുതലേ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം മോഡേൺ കൊമേഴ്ഷ്യൽ ഫോഴ്സസ് ആക്ച്വലി ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ വേഗത്തിൽ വളരും. ഈ വളർച്ച നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലും നമ്മുടെ അറിവിൻ്റെ മണ്ഡലങ്ങളിലും മാറ്റം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ടെലിസ്കോപ്പ് വരികയും ടെലിസ്കോപ്പിലൂടെ ആൾക്കാർക്കെല്ലാം ഫ്രീ ആണ്. സയൻസിൻ്റെ പ്രത്യേകത ഏതാണ്? എനിക്ക് കാണാൻ കഴിയുന്ന കാര്യം ഞാൻ വേറൊരാളെയും വിളിച്ച് കാണിക്കുകയാണ്. അപ്പം വീണ്ടും അത് ആവർത്തിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയും ആ സയൻസിന്. അതുവഴി ശരിക്കും മതകൽപ്പന പ്രകാരം ഉണ്ടായിരുന്ന ഒരു പ്രപഞ്ച വീക്ഷണം തകർന്നടിയുകയാണ്. ഗലീലിയോയുടെ ടെലിസ്കോപ്പ് ചെയ്തത് എന്താണ്? പ്രപഞ്ച വീക്ഷണം തകർന്നടിഞ്ഞു. ആരുടെ? മതത്തിന് ആകെ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് മുമ്പോട്ട് വെച്ച പ്രപഞ്ച വീക്ഷണവും. രണ്ട്, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും അവർ കാച്ചി കുറുക്കിയെടുത്ത കലർപ്പില്ലാത്ത യാതൊരു മാലിന്യവും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള പ്യുവർ നോളജ്. അതിനെ നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യങ്ങൾ കൊണ്ടാണ് മതത്തിൽ ശരിക്കും ജനങ്ങൾക്ക് വിശ്വാസമുള്ളത്. കാരണം അത് സത്യമാണ്. അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണത്. അങ്ങനെ ജീവിക്കാൻ കൂട്ടായ ജീവിതത്തിന് ആവശ്യമായ മൂല്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും മറ്റൊന്നൊരു പ്രപഞ്ച വീക്ഷണം കൊടുക്കുകയും ചെയ്തത് കൊണ്ടാണ് മതത്തിന് അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ആദ്യം. പക്ഷേ അതിലെ 1600 സയൻസ് ആൻഡ് ടെക്നോളജി വന്നതോടുകൂടി അതിലെ പ്രപഞ്ച വീക്ഷണം അപ്പാടെ തെറ്റാണെന്ന് സയൻസ് തെളിയിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യം തെറ്റായിരുന്നു എന്നും ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ഇതറിയണമെങ്കിൽ 1600 മുതൽ 1800 വരെ ഉണ്ടായിരുന്ന പാശ്ചാത്യ നാടുകളിലെ കലയും സാഹിത്യവും ചിത്രകലയും കലാകാരന്മാരെയും മറ്റും അനുഭവിച്ച ഒരു 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 ബുദ്ധിമുട്ടുണ്ട്. അവർ തലങ്ങും വിലങ്ങും ഓടി നടക്കുകയായിരുന്നു. ഇന്നലെ വരെ ചവിട്ടി നിൽക്കാൻ മണ്ണുണ്ടായിരുന്നു, ഇന്നതില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണവും ഉത്തരവുമായിട്ട് എനിക്ക് ദൈവം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ദൈവമില്ല. ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ പരികല്പന അവിടെ താഴെ വീടില്ലല്ലോ. പെട്ടെന്നാണ് 1600 ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടെത്തൽ ശരിക്കും മൊത്തത്തിൽ കാര്യങ്ങളെ മാറ്റം ഉണ്ടാക്കിയത്. അത് സാഹിത്യത്തിലും കലയിലും രാഷ്ട്രീയത്തിലും തത്വചിന്തയിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ ശരിക്കും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു ഈ പീരീഡ്. 1600 മുതൽ 1800. അത് തിരിച്ചറിയണമെങ്കിൽ 8 മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൻ്റെ വർക്കുണ്ട്. അവരുടെ കൃതികളിലെ അവരുടെ കവിതകളിൽ അന്ന് പ്രകടിപ്പിച്ചിരുന്ന കാര്യം ഒരു വഴിക്ക് സയൻസ് വന്ന് അവർ ഇന്ന് വരെ വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയിക്കുന്നു. അതിൻ്റെ വിഹുലതയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അതായത് ചവിട്ടി നിന്ന മണ്ണില്ലാത്ത അവസ്ഥ. മറുവഴിക്ക് അവർക്ക് എന്തായിരിക്കണം മനുഷ്യൻ, അതായത് ഭൂമി എന്താണ്, ജീവിതം എന്താണ് എന്ന് സയൻസ് കാണിക്കുന്നു, മനുഷ്യൻ എന്താണെന്ന്. പക്ഷേ എന്തായിരിക്കാം എന്നുള്ളത് കാണിക്കുന്നത് അത് തീർച്ചയായിട്ടും കലയുടെയും സാഹിത്യത്തിൻ്റെയും തത്വചിന്തയുടെയും മേഖലയാണ്. സയൻസിന് അത് കഴിയില്ല. ഒരു ഡ്രീം തരിക, അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇമാജിനേഷനാണ്. ആ ഇമാജിനേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരുന്ന ഈ ചോദ്യത്തിലെ ശരിക്കും ഇതിനൊരു ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷനുണ്ട്. ആ ഇവല്യൂഷൻ ഇന്ത്യയിൽ നടക്കാതെ പോയതിൻ്റെ കാരണം സയൻസ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ എങ്ങനെ നടപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ഓർമ്മ, ഞാൻ ശ്രീലങ്കയിൽ പോസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ, ഞങ്ങൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ആയിരിക്കുമ്പോൾ അവിടെ ഒരു അതിശയിച്ചു പോയി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം, ഒരു യുക്തിചിന്തയിൽ മാത്രമാണ്. ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ എന്തുകൊണ്ടില്ല? കാരണം ഐൻസ്റ്റീൻ്റെ E=mc² ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ കേട്ടിരുന്നു. ഇതെന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യം ഞാൻ എൻ്റെ ടീച്ചറിനോട് 10ാം ക്ലാസ്സിൽ വെച്ച് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഉത്തരം കിട്ടിയില്ല. ഈ ഉത്തരം എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ ശ്രീലങ്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കേംബ്രിഡ്ജിൻ്റെ സിലബസ് A ലെവൽ അവിടെയുണ്ട്. ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഉണ്ട്. മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നോളജായിട്ട് അതുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കരിക്കുലത്തിൽ അതിനെ കൊണ്ടുവന്നില്ല? അവിടെ ഒരു ചോദ്യമുണ്ട്. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ഇല്ലാതാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സിലബസ് ഉണ്ടാക്കിയ ആൾക്കാർ ബോധപൂർവം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്ററിനെ തഴഞ്ഞു കളഞ്ഞതാണ്. ഇത് വെസ്റ്റേൺ സിലബസ് ഫോളോ ചെയ്യുന്ന ശ്രീലങ്കയിൽ ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്കത് വായിക്കാനും എൻ്റെ മകനെ അത് പഠിപ്പിക്കാനും കഴിഞ്ഞത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ.
ഇപ്പം ഇത് വളരെ എങ്ങനെ ഒരു 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 ഓരോ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു, അത് നമ്മുടെ മനഃശാസ്ത്രത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, ജീവിതത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു തുടങ്ങി ഈ മേഖല വളരെ കോംപ്ലക്സ് ആണ്. അത് പെട്ടെന്നുള്ള ഒരു ചർച്ചയിൽ മാത്രം നമുക്ക് ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് അവിടെ ശരിക്കും നടക്കുന്നത്. നമുക്ക് ഭരണഘടനയെ അതിൻ്റെ സത്തയായി കാണാതിരിക്കാൻ കഴിയില്ല. ആ സത്ത തീർച്ചയായും അത് നടപ്പാക്കപ്പെട്ടേ പറ്റൂ. അത് തന്നെയായിരുന്നു ഞാൻ ഈ പേപ്പർ ഇന്നിവിടെ അവതരിപ്പിച്ചപ്പോൾ. അതായത് ഭരണഘടനാ നൈതികതയെക്കുറിച്ച് നമ്മൾ ഉറക്കെ 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 വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ്. ഇന്ന് വരെ ഞാൻ ജസ്റ്റിസ് കഡ്ജുവിൻ്റെയും സായിനാഥിൻ്റെ ഡേറ്റ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഭരണഘടനാ നൈതികത ശരിക്കും 1% പോലും ഇന്ത്യൻ സമൂഹത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ല. അതേ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പൊളിറ്റിക്സും ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പൊളിറ്റിക്സും അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഈ നൈതികത തികച്ചും യുക്തിപരവും മോഡേണിറ്റി കൊണ്ടുവന്ന, ആധുനികത കൊണ്ടുവന്ന റാഷണലൈസേഷൻ, സെക്കുലറൈസേഷൻ ആൻഡ് ഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. 1600 മുതൽ 1800 വരെ പാശ്ചാത്യ നാടുകളിൽ നടന്ന ഈ 200 വർഷം നടന്ന പ്രോജക്റ്റ് എന്താണ്? ഞാനത് ആദ്യം സൂചിപ്പിച്ചു. എന്താണ് എൻലൈറ്റൻമെൻറ്റ് ചെയ്തത്, നമ്മുടെ ജ്ഞാനോദയം ചെയ്തത് എന്താണ്? മനുഷ്യ ജീവിതത്തെയും അവരുടെ ദൈനംദിന വ്യവഹാരങ്ങളെയും യുക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ജ്ഞാനോദയം ചെയ്ത ജോലി. അതിൽ നിന്നും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി അതിന് വിശാലമായ അർത്ഥം കൊടുക്കുകയായിരുന്നു ആധുനികത ചെയ്തത്. അപ്പോൾ ഇതൊരു ട്രാൻസിഷനാണ്. നമ്മുടെ റിനേസൻസ്, എൻലൈറ്റൻമെൻറ്റ്, മോഡേണിറ്റി, ഇതൊരു ട്രാൻസിഷനാണ്, ഓരോ സ്റ്റേജാണ്. ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് നീങ്ങുകയാണ്. ആ നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലും മറ്റുമൊക്കെ അംബേദ്കർ ഇത് തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യ ഒരു ട്രഡീഷണലായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, ഒരു സമൂഹം എന്ന നിലയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇതിന് അന്യമായിരിക്കാനാണ് സാധ്യത. ഇത് തന്നെ നെഹ്റുവും പറഞ്ഞു. 54 BBC-ക്കുള്ള ഇൻ്റർവ്യൂവിൽ നെഹ്റു ഇത് തന്നെ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് ഇതിൽ താല്പര്യമില്ല എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ ഇത്ര നിർത്താം. അപ്പോൾ അതിലേക്ക് പറഞ്ഞുകൊണ്ട് നിർത്തും. ആദരണീയ സുഹൃത്തുക്കളെ, സാറിൻ്റെ പേര് മോഹൻ ഗോപാൽ അല്ലേ? സാറിൻ്റെ വളരെ അവഗാഹമായ, വളരെ കൃത്യം 1 മണിക്കൂർ ഞാൻ നോക്കി, 3:10 തുടങ്ങിയതാണ്. കറക്റ്റ് 4:10 അദ്ദേഹം നിർത്തി. അദ്ദേഹം പ്രഭാഷണം നടത്തി. 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ കളം. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് എന്തെങ്കിലും സംസാരിക്കാമെന്നും പറഞ്ഞ് തയ്യാറെടുത്തൊന്നും വന്നതല്ല. യാദൃശ്യമായിട്ടെന്തോ നൈതികതയുടെ കാര്യം പറഞ്ഞു കേട്ടപ്പോഴെനിക്ക് തോന്നി അത് നിത്യേന നമുക്ക് ലഭിക്കേണ്ട ന്യായമാണ്, അങ്ങനെ അല്ലയോ, അതായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു എന്നുള്ളത്. നമ്മളെ ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിവിടെ തിരുവനന്തപുരത്ത് കാലടിയിൽ ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. എൻ്റെ പ്രോപ്പർട്ടിയാണ്, എൻ്റെ സ്ഥലത്ത് തന്നെ ഞാനൊരു ബിൽഡിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു വലിയ മാവ് നിൽക്കുകയാണ്, വരിക്ക മാവ്, നല്ല മാങ്ങ കിട്ടും. ദിവസവും ഞാൻ അവിടെ ചെന്ന് കാലത്തെ ചെല്ലുന്ന അവസരത്തിൽ ശരിക്കും ഇലകൾ അവിടെ വിഴുന്ന് കിടക്കും. നിത്യേന ഞാൻ തൂക്കാറുണ്ട്. ഒരു ചൂലെടുത്ത് തൂത്ത് കൂട്ടി ഒരറ്റത്ത് വയ്ക്കും. 2 ദിവസത്തിലൊരിക്കൽ അതിനെ അങ്ങ് വേറൊരിടത്തോട്ട് മാറ്റി തീയിടും. അത് നിത്യേന നടന്നു വരികയാണ്. അതായത് എനിക്ക് തൂക്കാൻ, ഒരു ജോലി ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എനിക്കൊരു ജോലി തരുന്നത് ഈ മാവാണ്. മാവിൻ്റെ കൂടെ എനിക്ക് വിരോധമില്ല. മാവിനെ വേണമെങ്കിൽ എനിക്ക് വെട്ടിക്കളഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ചുമ്മാ വെറുതെ ഇരിക്കുക. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. അത് ഇല തൊഴിക്കട്ടെ, ഞാൻ ദിവസവും തൂക്കും. തൂത്ത് കഴിഞ്ഞാലേ തറ വൃത്തിയാവുകയുള്ളൂ. അങ്ങനെയും ഒരു കാര്യമുണ്ട്. നിത്യേന തൂക്കണം. ആ തുറപ്പയുടെ വരികളും ഒക്കെ ആവുമ്പോഴേ അത് വൃത്തിയാവുള്ളൂ. അത് ഞാനിത് പറഞ്ഞ എന്തിനെന്ന് വെച്ചാൽ, നമുക്കിവിടെ ശക്തമായ ഭരണഘടന ഉണ്ടെങ്കിലും പല കാര്യത്തിനും നമ്മൾ പല ഓഫീസുകളിലും പോകുമ്പോൾ നമുക്ക് ആ ന്യായം നടന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ ഇരിക്കുന്നു ഇതാ മെസ്സേജുകൾ ഫേസ്ബുക്കിലൂടെ, 21,000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് എത്രയോ രൂപ, കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞും കൊണ്ടുള്ള സംസാരം അനുദിനം ഇതാ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്.
വ്യാജ പ്രസ്താവനകളാണതെല്ലാം. ഇത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. പക്ഷെ നമുക്കിവിടെ ഒരു വ്യവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആരും ഇതുവരെ മിണ്ടിയിട്ടില്ല. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നു, 21,000 രൂപ അടച്ചാൽ മതി. നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നു 21,000 രൂപ അടച്ചാൽ മതി. അത് എല്ലാം വലിയ വലിയ AI ആണ്. പക്ഷേ ഇത് സാധാരണ ജനത്തിന് അറിയില്ലല്ലോ. അവരെ വിഡ്ഢികളാക്കുകയാണ്. AI ആയിരിക്കാം, പക്ഷേ അത് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണ്ടേ? അപ്പം ഒരുപക്ഷെ ആ നിയന്ത്രണം കൊണ്ടുവരണമെന്നുള്ള കാര്യം നിയമത്തിൽ എഴുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അതും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഇല തൂത്തുവാരുന്നതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാര്യത്തിന് ഇതിനെന്ത് പരിഹാരം കണ്ടെത്താമെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഒന്നിൽ കേന്ദ്രീകരിച്ച് മാത്രം നമ്മൾ നിൽക്കുന്നുമില്ല. എൻ്റെ പരിമിതമായ ഒരു സംശയങ്ങളാണ്. ഇവിടുത്തെ നിയമങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അത് എല്ലാം ഒന്നും എത്തിക്കിട്ടുന്നില്ല. അതിലൊക്കെ ഒരുപാട് പാളിച്ചകളുണ്ട്. പക്ഷേ ഞാൻ ഈ മാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിനോട് ഏർക്കണ്ട. നമ്മൾ നിരന്തരം അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു. ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് ഉള്ള ഒരു പ്രഭാഷണം വളരെ ദീർഘമായ നല്ല ഒരു പ്രഭാഷണമാണ് നമ്മൾ ശ്രവിച്ചത്. പക്ഷേ അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാനൊരു ഹിന്ദുവായി ജനിച്ചു എങ്കിൽ തന്നെയും ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടി മനുഷ്യ സമുദായങ്ങളിലേക്ക് പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ജാതി നശീകരണമാണ്. ജാതി നശിക്കണമെന്നാണ്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ അത്രയും ഉന്നതമായ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് വിദ്യാഭ്യാസമാണ്. ആയിരക്കണക്കിന് പ്രതിസന്ധികൾ ദൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ ആ തേരിലേറി ശക്തമായി ലോകത്ത് അറിയപ്പെട്ട ഒരാളായി മാറി. പക്ഷേ അംബേദ്കറെ സ്നേഹിക്കുന്ന, അംബേദ്കറിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ബഹുഭൂരിപക്ഷവും ആളുകൾ അത് ജാതി ചിന്തയോടുകൂടി മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള ഒരു സങ്കടം ഇവിടെ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. കാരണം ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള മാനവികത, അന്വേഷണത്വര, പരിഷ്കരണവാദം, ഇത്രയും കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തിയാൽ മാത്രം മതി ഈ ഭരണഘടനാ മൂല്യം സംരക്ഷിക്കാനും അംബേദ്കർ ഉദ്ദേശിച്ച ജാതി നശീകരണത്തിനും വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഭാഗവാക്കാവണം. ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളിൽ കൂടെ അംബേദ്കറിൻ്റെ ആശയം, ഉദ്ദേശ ലക്ഷ്യം, ആ ലക്ഷ്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ നടപ്പിലാക്കുന്നില്ല, വ്യതിചലിച്ചു പോകുന്നു. അതായി എനിക്ക് തോന്നുന്നു. ഇതിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ സന്തോഷം.